ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സമൂസ റെസിപ്പിയാണ്. അതിനായി 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് ചിക്കൻ നന്നായി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് സമൂസക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കണം. ഇത് വഴന്നു വരുമ്പോൾ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ 1 ടീസ്പൂൺ കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിന് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കും. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഒട്ടിക്കാനായി 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് അത് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് സമൂസ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനായി റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കോൺ ഷേപ്പ് മടക്കിയെടുക്കാം ആദ്യം. എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം 4 സൈഡിലും ഈ പേസ്റ്റ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. ഈ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ സമൂസയും ഫില്ലിംഗ് എല്ലാം ചേർത്ത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം സമൂസ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതൊരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം.
തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സമൂസ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ സമൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.